അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് പ്രവാചകനായ യെശയ്യാവിനുണ്ടായ ഒരു ദർശനത്തെ നമുക്ക് കാണാൻ കഴിയും. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിലാണ് ഈ ദർശനം കാണാൻ ഇടവരുന്നത്. കർത്താവ് സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്നത് പ്രവാചകൻ കാണാൻ ഇടവരുന്നു. കർത്താവിന്റെ വസ്ത്രം ആലയത്തിൽ മൊത്തം പടർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ ഇടവരുമ്പോൾ ഈ ആലയത്തിൽ കർത്താവിന്റെ ആ സിംഹാസനത്തിനെ മറയ്ക്കുന്ന വിധത്തിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. അവിടെ സ്വർഗത്തിൽ സ്വർഗീയ ആ സിംഹാസനത്തിൽ മാലാഹമാർ അല്ലെങ്കിൽ സറാഫുകൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി ആരാധിക്കുന്നതാണ് പ്രവാചകൻ കാണാൻ ഇടവരുന്നത്. ഇങ്ങനെ പാടി ആരാധിക്കുമ്പോഴാണ് ഉമ്മർപള്ളിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, വലിയ മുഴക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതാ യാഗപീഠത്തിന്റെ ചീക്കനൽ അവിടുന്ന് എടുക്കുവാൻ, കാരണം ആലയം പുക കൊണ്ടങ്ങ് നിറഞ്ഞു, കാരണം ദൈവ സാന്നിധ്യം കൊണ്ടങ്ങ് നിറഞ്ഞു. ഈ കാണുന്ന പ്രവാചകൻ ആത്മസാന്നിധ്യത്തിലേക്ക് കടന്നു വരാൻ ഇടവന്നു. അന്നേരം യാഗപീഠത്തിൽ നിന്നൊരു ചീക്കനൽ എടുത്തു, പ്രവാചകന്റെ നാവിലേക്ക് കൊണ്ടുപോയി അങ്ങ് വെച്ചു. അതുവരെയും പ്രവാചകന്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ചീക്കനൽ എപ്പോൾ നാവിൽ വെച്ചോ അപ്പോൾ മുതൽ പ്രവചന ദൂതുകൾ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി. കാണേണ്ട ദർശനങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് പറയാനുള്ള ദൈവിക വെളിപ്പാട് നാവിലേക്ക് ദൈവം കൊടുക്കുവാൻ ഇടവന്നതെങ്കിൽ, അതുവരെയും ജനത്തെ നോക്കി അയ്യോ കഷ്ടം, ഈ നശിച്ചു പോകുന്ന ജനമെന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നെങ്കിൽ, പ്രവാചകൻ പറയുകയാണ് ഞാൻ ശുദ്ധിയില്ലാത്തവനാണേ എന്ന് ദൈവസന്നിധിയിൽ ഹൃദയവും മനസ്സും തുറക്കുന്നത് കാണാൻ കഴിയും. ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിലാണ് ഞാൻ വസിക്കുന്നതെന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ദൈവത്തിന്റെ ദൈവിക ദൂത് അല്ലെങ്കിൽ ദൈവിക അഭിഷേകം പ്രവാചകന്റെ നാവിലേക്ക് കടന്നു വന്നപ്പോൾ പ്രവചനത്തിന്റെ വെളിപ്പാടുകളെ പകരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരാനിരിക്കുന്ന ദൈവിക പ്രവൃത്തി കണ്ടോ, പ്രവാചകനായ യെശയ്യാവിലൂടെയാണ് യേശു കർത്താവ് ജനിക്കുന്നതിന്റെ 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ നാവിലൂടെ ദൈവം വെളിപ്പെടുത്തി നമുക്കായി ഒരു ശിശു ജനിക്കും. രക്ഷകനായ കർത്താവ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു വീഴാനിരിക്കുന്നു എന്നുള്ള ദൂത് അവിടുന്ന് വിളിച്ചറിയിക്കുക. ഇതുപോലെയുള്ള ദൈവിക വെളിപ്പാടുകൾ പറയത്തക്ക വിധം ദൈവിക ദർശനങ്ങൾ കാണാനുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെടണം. ദർശനമില്ലാത്തിടത്ത് ജനം വഴി വിട്ടുപോകാൻ ഇടവരും. നമ്മൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങണം. ദർശനങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാവിലൂടെ പ്രവചനങ്ങളെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രവചന വാക്കുകൾ പറയാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ആത്മീയ അന്തരീക്ഷമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയാനല്ല, സ്വർഗം നമുക്ക് വേണ്ടി അറിയിക്കാനുള്ള സ്വർഗീയ ദൂത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ ദൈവം പ്രവാചകന്റെ നാവിലേക്ക് പ്രവചന ദൂത് വെളിപ്പെടുത്തിയെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചറിയണം,
നമ്മുടെ നാവ് തീയാൽ ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനും തീയാലും സ്നാനപ്പെടുത്തും. തീയാലുള്ള സ്നാനം അത് സ്വർഗത്തിൽ നിന്നാണ് വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവിലൂടെയുള്ള അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേലേക്ക് പകരുമ്പോഴാണ് സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുവാനും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനും ദൈവം ഇടയാക്കുകയുള്ളൂ. ഈ വെളിപ്പാടിന്റെ കൃപയ്ക്കായി നമുക്ക് ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം. കർത്താവിന്റെ സ്വർഗീയ ദർശനങ്ങളൊന്ന് കാണാൻ ആഗ്രഹിക്കാം. പ്രവചന ദൂതുകൾ നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കും. അപ്പോൾ മുതൽ വിശ്വസ്ത സാക്ഷിയായി, ഒരു വിശ്വസ്തനായി കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇടവരും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഒരു വിശ്വസ്തനായി ദൈവിക ദർശനങ്ങളെ കാണാൻ, ദൈവിക വെളിപ്പാടുകളെ പകരുവാൻ, പ്രവചന ദൂതുകളെ കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.